പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ബാലികാ ബാലന്മാർക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു സുദിനമാണ്. ഈ സമയം ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിരുന്ന ഒരുപാട് തടസ്സങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ മാറി വിടുതൽ ലഭിക്കുന്ന ദിവസമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയുമായ ഒരു വരികയുണ്ടായി. ആ കുട്ടിയുടെ ജീവിതത്തിൽ 4ാം ക്ലാസ്സിൽ ഒരിക്കൽ പോലും ഹിന്ദിക്ക് ജയിച്ചതായിട്ട് അവർക്ക് ഓർമ്മയില്ല. എന്നാൽ ഭർത്താവിൻ്റെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ കൊണ്ടൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന സ്വീകരിച്ചു. പിന്നെ പോയി കുട്ടിയുടെ ബുദ്ധി തെളിഞ്ഞു, കഠിനാധ്വാനം ചെയ്തു, ദൈവത്തിന് അനുഗ്രഹം ഉണ്ടായി. ആ വർഷം A+ കൂടെ ആ കുട്ടി പാസ്സായ ഒരു സംഭവം ഇവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. നമുക്ക് ആ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ ആങ്ങളയുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. കൊരട്ടിയിൽ കൺവെൻഷൻ നടന്നപ്പോൾ ഞങ്ങൾ 5 ദിവസം കൺവെൻഷൻ കൂടുകയും ആദ്യം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. മോൻ 4ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ ഇന്നേ വരെ ഹിന്ദിക്കും മാത്സിനും അവൻ ജയിച്ചിട്ടില്ല. 4 സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തി. 4ാം ക്ലാസ് വരെ ഒരുവിധം നല്ല, പക്ഷെ അതിനുശേഷം ഇന്നേ വരെ ഹിന്ദിക്കും മാത്സിനും ജയിച്ചിട്ടില്ല. മാർച്ചിൽ ഞങ്ങൾ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. യേശുനാമത്തിൽ പിന്നീട് ഒരിക്കലും ഹിന്ദിക്ക് ജയിച്ചിട്ടില്ല. ഇല്ല. 10ാം ക്ലാസ്സിൽ അരപരീക്ഷ കഴിഞ്ഞപ്പോൾ പുസ്തകമൊക്കെ മടക്കി വെച്ചു. ഇനി പഠിക്കണ്ട എന്നുള്ള സ്റ്റേജ് വരെ എത്തി. ഹിന്ദി പുസ്തകം എടുത്ത് അങ്ങോട്ട് തൂക്കിയിട്ടു. ഹിന്ദി തന്നെ അല്ല, എല്ലാ പുസ്തകവും തന്നെ അവന് പഠിക്കണ്ട. അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞപ്പോഴേ എന്താ കുട്ടിയുടെ സ്ഥിതി കണ്ട, അപ്പൊ പഠിക്കണ്ട, അതുപോലെ അങ്ങോട്ട് ബ്ലോക്കായി. ഞാനിവിടെ കൊണ്ടുവന്നു, കഴിഞ്ഞ മാർച്ചിൽ കൊണ്ടുവന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് പുസ്തകം ഉയർത്തി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കുട്ടിക്ക് 4 A+, 5 Aയും 1 B+. അത് ഹിന്ദിക്ക് A+. ഹിന്ദിക്ക് A+, മാത്സിന് A, അതുപോലെ ഇംഗ്ലീഷിന് A+, ബയോളജിക്ക് A+, ഇംഗ്ലീഷിന് A+. അവന് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു, അതിന് B+. അപ്പൊ ഇത്രയും നല്ലൊരു അനുഗ്രഹം. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഹിന്ദി ഒരിക്കലും ഇവര് ജയിച്ചിട്ടില്ല 4ാം ക്ലാസ്സിന് ശേഷം. അട്ടത്ത് കെട്ടിത്തൂക്കിയിടാൻ പോയതാണ് ഹിന്ദി. 4 സ്കൂളിലായിട്ട് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. ഇത്തവണ കുട്ടിയുടെ പഠിപ്പിന്റെ മേന്മ കൊണ്ട് 4 പ്രമുഖ സ്കൂളിൽ പോയിട്ടാണ് പിന്നെ ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടി വന്നത്. 4ാം ക്ലാസ്സിന് ശേഷമേ 4 പ്രമുഖ സ്കൂളിൽ പോയിട്ടാണ് വിദ്യാഭ്യാസം. ഇപ്പൊ പപ്പേനെ വിളിച്ച് മാത്സ് മാഷ് പറഞ്ഞു, ഈ സ്കൂളിൽ ആകെ തോൽക്കുന്ന കുട്ടി ജോയൽ ചാക്കോച്ചനായിരിക്കും എന്ന് പറഞ്ഞു. അതേമാതിരി വാണിംഗ് കിട്ടി. അത്രയ്ക്ക് ഇതായിരുന്നു മോന്. പക്ഷെ വിഷയങ്ങൾക്കെല്ലാം A+ കിട്ടി, ജയിച്ചു. ഇംഗ്ലീഷിന് A+, ഹിന്ദിക്ക് A+, ബയോളജിക്ക് A+, ബയോളജി, സയൻസ്, മാത്സിന് A. കണക്കിന് തോറ്റ് തുന്നം പാടുന്ന കുട്ടിക്ക് നല്ല A ഗ്രേഡ് മാർക്ക്. എൻ്റെ കുട്ടിയെ എന്താ ചെയ്തത്, നിങ്ങൾ എന്താ ചെയ്തത്? കുട്ടി അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരു വിജയശ്രീലാളിതരായ കുട്ടി. നിന്റെ പേര് പറഞ്ഞു, നിന്റെ പേരൊക്കെ നിന്റെ പേര് പറ. ജോയൽ. മിടുക്കൻ. അതായത് നീ മാർച്ചിലൂടെ വന്നു, പുസ്തകമൊക്കെ കൊടുന്നോ? പുസ്തകം കൊടുന്നോ, വെഞ്ചിരിച്ചു. ഇവിടെ കൊടുന്ന് വെച്ചിരിച്ചു. പ്രാർത്ഥന കൂടി ഒരു ദിവസം. വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ? വെള്ളിയാഴ്ച. ആരോടെ വന്ന? അമ്മയുടെ ആൻറ്റിയുടെ. പിന്നെ പരീക്ഷ ബുദ്ധിയോട് തെളിഞ്ഞു. എന്തായാലും പിന്നെ ഏതൊക്കെയാ A+ ഏതൊക്കെയാ? ബയോളജി, ഇംഗ്ലീഷ്, IT, ഹിന്ദി. ഹിന്ദിക്ക് A+ ഉണ്ടോ?
ഈ ഹിന്ദിയുടെ A+ കണ്ടപ്പോൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞു? മാഷ് കണ്ടായിരുന്നു. മാഷ് ഓക്കെ, 4ാം ക്ലാസ് തൊട്ട് കുട്ടിയുടെ സ്ഥിതി കണ്ട. ഇവർ കുട്ടീനെ കൊണ്ടുവന്ന് ഒരു ബ്ലസ്സിങ് എന്ന് പറഞ്ഞു, വെഞ്ചിരിപ്പങ്ങൾ സ്വീകരിച്ചു. അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞപ്പോൾ നിന്റെ സ്ഥിതി അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞപ്പോൾ പപ്പയും മമ്മിയും നാട്ടുകാരെല്ലാവരും ജോയലിനെ നോക്കണത് വേറെ രീതിയിലാണ്. എങ്ങനെ ജയിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പം ഇനി പഠിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ അവനും കിടന്നുറങ്ങി. പിറ്റേ ദിവസം 2 ദിവസം ക്ലാസ്സിൽ പോയി. പഠിക്കാൻ മോശമായിരുന്നു. അതുകൊണ്ട് നീ ഹോപ്പ്ലെസ് അല്ലേ, നീ പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിച്ചാൽ അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് അങ്ങനെ സഹായിച്ചത്. ഇവിടെ കൊണ്ടുവന്നൊരു വെഞ്ചിൽ ഇപ്പോൾ പ്രാർത്ഥന, മാർച്ച് മാസത്തിൽ കുട്ടികൾക്ക് വേണ്ടിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിലങ്ങോട്ട് കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ്, മുൻകൂട്ടി നന്ദി പറഞ്ഞ് കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചാടി എഴുന്നേൽക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. കുട്ടികൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടായ്മയിലേക്ക് വരിക. കുടുംബം ഒരുമിച്ച് നിന്ന് കർത്താവിനെ ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ അഗ്നി ഇപ്പോൾ കുടുംബങ്ങളിലേക്കും വിദ്യാർത്ഥിനികളിലേക്കും നിറയട്ടെ. യുവതിവാക്കന്മാർ കൃപ കൊണ്ട് നിറയട്ടെ. കൈകൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവേ, 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 സകല കുടുംബങ്ങളുടെ മേലും, സകല വിദ്യാർത്ഥിനികൾ, സകല മക്കളുടെ മേലും, ജഡത്തിന്റെ മേലും ഇപ്പോൾ അതിശക്തമായി വ്യാപരിക്കണമേ. ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ, പരിശുദ്ധാത്മ ശക്തിയേ, ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. കരങ്ങളടിച്ച് പുറകെട്ടുപോയ ഉപ്പായെ പുറകൂട്ടിയിടണമേ. പരിശുദ്ധാത്മാവേ, ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായെ പുറകൂട്ടിയിടണമേ. കൈ ഉയർത്തി കൈയടിച്ച് കനലുകളൂതിയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതിയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ഈ ആഗ്രഹത്തോടെ ആത്മാവേ റൂഹായേ Holy Spirit. എന്നിൽ കത്തിപ്പടരണമേ. കൈ ഉയർത്തി കൈയടിച്ച് ആത്മാവേ റൂഹായേ എന്നിൽ കത്തിപ്പടരണമേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, 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 പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വിദ്യാർത്ഥിനികളെയും പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. പഠനത്തിനുള്ള തടസ്സങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക കൃപ കൊടുക്കണമേ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വിദ്യാർത്ഥിനികളെ പ്രത്യേകം സമർപ്പിക്കുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 3 വചനങ്ങൾ ആദ്യമായി പരിചിന്തനത്തിനെടുക്കുകയാണ്. 1-ാമത്തെ വചനം,
പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടത്തോടു കൂടെയാണ്. സർവജ്ഞാനവും, ജ്ഞാനം അനേക മണ്ഡലങ്ങളുണ്ട്. രാജാവിന് ജ്ഞാനം വേണം രാജ്യം ഭരിക്കാൻ, ഉദ്യോഗസ്ഥർക്ക് ജ്ഞാനം വേണം എല്ലാം നന്നായി കൃത്യനിർവഹണം നടത്താൻ, ടീച്ചേഴ്സിന് ജ്ഞാനം വേണം നന്നായി പഠിപ്പിക്കാൻ, വൈദികർക്ക് ജ്ഞാനം വേണം ദൈവജനത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ. അങ്ങനെ ഈ ഭൂമിയിലുള്ള സകല മക്കൾക്കും ജ്ഞാനം വേണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇതിനെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? സകല ജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടത്തോട് കൂടെ വസിക്കുന്നു, അവിടുന്ന് അവിടത്തേക്ക് ഇഷ്ടമുള്ളതുപോലെ ജ്ഞാനം കൊടുക്കുന്നു. വിദ്യാർത്ഥിനികൾക്ക് ജ്ഞാനം വേണം, പഠിക്കുന്ന കുട്ടികൾക്ക് ജ്ഞാനം വേണം, പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ എഴുതണമെങ്കിൽ ജ്ഞാനം വേണം, കളിക്കുന്നവർക്ക് നന്നായി കളിക്കാൻ ജ്ഞാനം വേണം, ഉപദേശിക്കുന്നവർക്ക് നന്നായി ഉപദേശിക്കാൻ ജ്ഞാനം വേണം. അറിവിൻ്റെയും കൃപയുടെയും ഒരു വിസ്ഡം അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ ബലപ്പെടുത്തുന്നതും നയിക്കുന്നതിനും വിസ്ഡം ദൈവം നമുക്ക് നൽകുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുലിഖിതം, പ്രഭാഷകൻ 1:9. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്, അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് പകർന്നു കൊടുക്കുകയും ചെയ്തു. അവിടുന്ന് ജ്ഞാനത്തെ തിട്ടപ്പെടുത്തി, ക്രമപ്പെടുത്തി തിട്ടപ്പെടുത്തി. അങ്ങനെ തിട്ടപ്പെടുത്തിയിട്ട് അവിടുന്ന് തൻ്റെ സൃഷ്ടികൾക്കെല്ലാം പകർന്നു നൽകി. സകല ജീവജാലങ്ങൾക്കും ജ്ഞാനം നൽകി, സകല ജന്തുജാലങ്ങൾക്കും ജ്ഞാനം നൽകി, മനുഷ്യർക്ക് ജ്ഞാനം നൽകി. കർത്താവാണ് ഇത് പകർന്നു നൽകുന്നത്. കർത്താവാണ് ഇത് പകർന്നു നൽകുന്നത്. ഇത് കുറവുള്ളവർ അത് ചോദിച്ചാൽ കിട്ടും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് തൻ്റെ സൃഷ്ടികൾക്ക് അത് പകർന്ന് നൽകുന്നു. അപ്പോൾ ഈ ജ്ഞാനം ദൈവമാണ് പകർന്നു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപാട് പേര് ഒരു പക്ഷേ പഠിക്കാൻ ഓർമ്മശക്തി കുറവുള്ളവരായിരിക്കും, പഠിച്ചാൽ പെട്ടെന്ന് പ്രവേശിക്കാതെ വിധം പഠിക്കാൻ പറ്റാത്തവരായിരിക്കും, പഠനകാര്യങ്ങൾ ഉത്സാഹം നഷ്ടപ്പെട്ടവരായിരിക്കും. ഇത് കേൾക്കുന്ന ചിലർ വരും പഠനകാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ക്രമം അനുസരിച്ച് പല വിധത്തിലാണ് നാം എല്ലാവരും രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. നല്ല സ്വരമുയർത്തി ഒന്നും കൂടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് ദൈവവചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിവ് കുറവുണ്ടെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് ജ്ഞാനം കുറവുണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ എനിക്ക് ജ്ഞാനം വേണം, ദൈവമേ എനിക്ക് ജ്ഞാനം വേണം. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 5-ാം തിരുലിഖിതം, യാക്കോബ് 1:5, സെന്റ് ജെയിംസ് 1:5, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദുഃഖിച്ചിരിക്കട്ടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിരാശപ്പെട്ടിരിക്കുക എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ വല്ല തൂമ്പാപ്പണിക്കും പോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ അഴുക്കുചാല് കഴുകാൻ പോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹോട്ടൽ പണിക്ക് പോ എന്നല്ല പറഞ്ഞത്, ക്ലാസ് കഴുകാൻ പോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ആർക്ക് ജ്ഞാനം കുറവുണ്ടെങ്കിൽ അവൻ ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരികയാണ്, അവന് അത് ലഭിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അടുത്ത കാലത്ത് ഒരു യുവാവ് അവൻ ഒരു അനുഭവം പറയുകയാണ്. ആദ്യത്തെ വർഷം പഠിക്കാൻ പറ്റിയില്ല, രണ്ടാമത്തെ വർഷം പഠിക്കാൻ പറ്റിയില്ല, ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല, തോറ്റ് തുന്നം പാടുന്ന വക്കത്തെത്തി. അവന് വിഷമമായി. അവനൊരു കാര്യം ചെയ്തു, അവൻ കരഞ്ഞു, അവൻ എളിമപ്പെട്ടു. അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ജ്ഞാനം വേണം, എനിക്ക് ജ്ഞാനം വേണം, എന്നെ ജയിപ്പിക്കണം, എന്നെ ഉയർപ്പിക്കണം, എന്നെ ഉയർത്തണം. അവൻ കർത്താവിനോട് പറഞ്ഞു. ഓൾ ഇന്ത്യ ലെവലിൽ 9ാം റാങ്കോടെ പാസ്സായ ഒരു അനുഭവം ഒരു യുവാവ് വന്ന് പങ്കുവെക്കുകയുണ്ടായി. എൻ്റെ പേര് ദിലീപ് കുമാർ. ഞാൻ ആലുവയ്ക്കടുത്ത് ചുണങ്ങമയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2016 +2 പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് നോട്ടിക്കൽ സയൻസിന് വേണ്ടിയാണ് ഞാൻ ആ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ നാൾ നടന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ അഡ്മിഷൻ കിട്ടിയില്ല. പകരം എനിക്ക് അനസ്തേഷ്യ ടെക്നീഷ്യൻ കോഴ്സിനാണ് അഡ്മിഷൻ കിട്ടിയത്. ആദ്യം എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പഠിക്കാൻ ആഗ്രഹിച്ചത് മറ്റൊരു വിഷയമാണ്, പക്ഷേ അഡ്മിഷൻ കിട്ടിയത് വേറൊരു വിഷയം അല്ലേ. ഫസ്റ്റ് ഇയർ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ കഷ്ടിമുഷ്ടി പാസ്സായത്.
പിന്നെ സെക്കൻഡ് ഇയർ കഴിയാറായപ്പോൾ എനിക്ക് കോഴ്സിനോട് ചെറിയ താല്പര്യമൊക്കെ വന്നു തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും സമയം 2 വർഷം ഒട്ടും പറ്റിയില്ലായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഒട്ടും പാസ്സാവുന്ന പോലെ എനിക്കൊരു ഉറപ്പുണ്ടായില്ലായിരുന്നു. ആ സമയത്ത് സമയമില്ല. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പഠിക്കാനും പറ്റുന്നില്ല, പഠിച്ചാൽ മനസ്സിലാകണമില്ല, പാസ്സാകാനും പറ്റുന്നില്ല, ഒരുപാട് വിഷയങ്ങൾ പരാജയപ്പെട്ട്. ആ സമയത്ത് ഞാൻ അഭിഷേകം അങ്ങനെ ഞായറാഴ്ച ടി വിയിൽ കാണുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടു യൂട്യൂബിൽ. ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ചേട്ടൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് വേറൊരു ദിവസം അവിടെ തന്നെ വേറൊരു കമ്പനിയിൽ ജോലിക്ക് പോയി. ഇപ്പോൾ അവിടുത്തെ ഒരു അറബി ആ ചേട്ടനോട് സംസാരിക്കണ കണ്ടിട്ട് അവിടുത്തെ ഇൻ്റർവ്യൂസ് ആ ചേട്ടനെ പാസ് ഔട്ടാക്കി. അങ്ങനെ ആ ചേട്ടനോട് ജോലി കിട്ടി സാക്ഷ്യം ചേച്ചി പറയണ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാശിയായി. ഞാനിവിടെ സാക്ഷ്യം പറയാം എന്നുള്ളൊരു വാശിയായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യയിൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ 100ഓളം സ്റ്റുഡൻസ് എഴുതിയായിരുന്നു എക്സാം. അതിലെനിക്ക് 9ാമത്തെ റാങ്കും കിട്ടി. ഞങ്ങളുടെ കേരളം മുഴുവനുമുള്ള അല്ലേ ഓൾ ഇന്ത്യ ലെവലിൽ 9ാമത്തെ റാങ്ക് കൊടുത്ത് കർത്താവ്. ഞങ്ങളുടെ ഓൾ ഇന്ത്യ ലെവൽ ഹോസ്പിറ്റൽ ഓൾ ഇന്ത്യ ലെവല് കേരളത്തിലല്ല, ഓൾ ഇന്ത്യ ലെവലിൽ 9ാമത്തെ റാങ്ക് കൊടുത്ത് കർത്താവ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എനിക്ക് ഫസ്റ്റും കിട്ടി. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ടോപ്പർ ഞാനായിരുന്നു. ഇവരുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും ടോപ്പാക്കി കർത്താവ് ഉയർത്തി. ഓക്കെ, ഏറ്റവും ടോപ്പ് മാർക്ക് ഇവരുടെ ഹോസ്പിറ്റലിൽ ഓൾ ഇന്ത്യ ലെവലിൽ 9ാമത്തെ റാങ്ക്. ഓക്കെ, ഈ നിങ്ങൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ചിന്തിച്ചു. അത്രയും വിഷമിച്ച് അപ്പോൾ ഒരു സാക്ഷ്യം കണ്ട സമയത്ത് യേശു ഒരു അറബി പോലെ യേശു വന്നിട്ട് അങ്ങോട്ട് തൊട്ടു. അപ്പോൾ ആ ഇൻ്റർവ്യൂ നടന്നവൾ എഴുന്നേറ്റ് വന്ന് ഇയാൾക്ക് അപ്പത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്, ഇൻ്റർവ്യൂ നടത്താൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. ആ സാക്ഷ്യം യൂട്യൂബിൽ ഈ മകനെ ഈശോടുക്കൾ അപ്പം തന്നെ പറഞ്ഞു ഈശോ അപ്പം നിനക്ക് തോന്നിയത് യേശു ജീവിക്കുന്നുണ്ട്, ആ യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കും, അങ്ങനെ തോന്നിയില്ലേ? ആ സാക്ഷ്യം കണ്ടപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? എനിക്ക് ഭയങ്കര എനർജി ആയിട്ട് തോന്നി പ്രാർത്ഥിക്കാനായിട്ട്. ഇത് ഇങ്ങനെ ജീവനുണ്ടെങ്കിൽ, ഇങ്ങനെ യേശു ഉണ്ടെങ്കിൽ ആ യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കും, ആ യേശു എന്നെ ഉയർപ്പിക്കും, എൻ്റെ യേശു എന്നെ വിജയിപ്പിക്കുമെന്ന് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് തോന്നി. അന്ന് തൊട്ട് അവിടെ കർത്താവേ എന്ന് പറഞ്ഞ് വിളിച്ച് പഠിക്കാൻ തുടങ്ങി അല്ലേ? പഠിക്കാൻ തുടങ്ങിയില്ലേ? പിന്നെ അടിക്കടിക്ക് വിജയം അല്ലേ? പെട്ടെന്ന് അവിടെ തന്നെ എനിക്ക് ജോലിയും കിട്ടി. നോക്കിയ പഠിച്ചു, റാങ്കോടെ പാസ്സായി, ജോലിയും കിട്ടി. എല്ലാത്തിനും ഈശോടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 5-ാം ഭാഗം സംഭവിക്കും മക്കളെ. അപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ യൂട്യൂബ് ഇപ്പോൾ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? ഇപ്പോൾ അത് അട്ടപ്പാടി പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടുമായിരിക്കും. ഇങ്ങനെ യൂട്യൂബിലൂടെയും ടെലിവിഷനിലൂടെയും വചനം കേട്ട് വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കുക. ടെലിവിഷനിലൂടെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പരീക്ഷ ഒരുക്ക പ്രാർത്ഥന. ഇതെന്ത് പുകിലാണ്? ഇതൊരു പുതിയ ഏർപ്പാടാണല്ലോ. ഇങ്ങനെ ചിലരുടെ മനസ്സിൽ ഇപ്പോൾ ചില ചിന്തകൾ വരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ടെലിവിഷനിലൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും പുസ്തകങ്ങളിലൂടെ ആണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളൊരു ശുശ്രൂഷയിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ചിരുന്ന് യേശുവിൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ നിങ്ങളുടെ മധ്യ അവനുണ്ട്. ഇപ്പോൾ നിങ്ങൾ മകളെ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, CAക്ക് പഠിക്കുന്ന വളരെ ബുദ്ധിമതിയായ ഒരു കുട്ടിക്ക് ഈശോ കൊടുത്തൊരു അനുഭവം. എൻ്റെ പേര് മേഘ ജോസ്. ഞാൻ കർമ്മൽരാം മൗണ്ട് കർമ്മൽ ഇടവകയിലെ അംഗമാണ്. എനിക്ക് മാധ്യമത്തിലൂടെയുള്ള ഈ സുവിശേഷ പ്രഘോഷത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഞാൻ എന്നും അതായത് TV-യിലൂടെ ടെലിവിഷനിൽ വചനം പ്രഘോഷിക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ വചനം പ്രഘോഷിക്കുമ്പോൾ അതിലൊരു ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി വചനം കേൾക്കുന്ന പോലെയുള്ള അനുഭവം ഉണ്ടാവില്ലെന്ന് അങ്ങനെയല്ലേ ഒരു വിശ്വാസമില്ലായിരുന്നു. ഓക്കെ, ഇപ്പം ഞാൻ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ചെറുപ്പം തൊട്ട് എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. നല്ല കുട്ടിയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് മീഡിയയിലൂടെ ഒന്നിനും വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ അത് കുറേ കത്തോലിക്കർക്ക് അങ്ങനെയാണ് കേട്ടോ. കുഴപ്പമില്ല. 2016 എനിക്ക് CA ഫൈനൽ എക്സാം ആയിരുന്നു.
ഞാൻ ഫൈനൽ എക്സാമിന് ഇരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഒരു ഞായറാഴ്ച നീ ഇന്നെങ്കിലും ഒന്ന് കണ്ടു നോക്ക് അഭിഷേകാഗ്നി. എൻ്റെ അമ്മ എല്ലാ ദിവസവും അഭിഷേകാഗ്നി കാണുമായിരുന്നു. പക്ഷേ ഞാൻ ഞായറാഴ്ച സമ്മതിക്കാത്തതുകൊണ്ട് അമ്മ വെള്ളിയാഴ്ച ഇരുന്നാണ് കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ഓ, ഞാൻ കാണില്ല, അമ്മേനെ തടസ്സപ്പെടുത്തിയിരുന്നല്ലേ? ആള് ഉഷാറാളാണുള്ളത്. അപ്പം അന്ന് ഞാൻ ഇരുന്നു. മമ്മി പറഞ്ഞു ഞാൻ മനസ്സിലായി ഇവിടെ ഇരുന്നു. ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത്, മാധ്യമത്തിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണത്തിലും പ്രാർത്ഥനയിലും ഒരുപാട് പേർക്ക് വിശ്വാസമില്ല, പക്ഷെ അതിൽ ഒരുപാട് അനുഭവങ്ങൾ വരുന്നുണ്ടെന്ന് അച്ഛൻ എന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതമായിപ്പോയി. അച്ഛൻ ഇത് എന്നോട് പറയുന്ന പോലെ ആയിപ്പോയല്ലോ ശരിക്കും. അന്ന് എനിക്കത് പ്രചോദനമായി. അപ്പം ഞാൻ CA യുടെ എക്സാമിനായിട്ട് ഇരിക്കുമായിരുന്നു. എനിക്ക് സൈനസൈറ്റിസ് ബാംഗ്ലൂർ ഞാൻ വന്നതിന് ശേഷം എനിക്ക് സൈനസൈറ്റിസ് എല്ലാ വർഷവും ഉണ്ടാവുമായിരുന്നു, ഒരു 3 തവണയെങ്കിലും നന്നായിട്ട് വരുമായിരുന്നു എനിക്ക് സൈനസൈറ്റിസ്. അപ്പോൾ ആ അസുഖം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ CA യുടെ എക്സാമിൻ്റെ സമയത്ത് ഇരിക്കുമായിരുന്നു. ഈ അസുഖം എനിക്ക് ഭയങ്കര കൂടുതലായിട്ടായി. ഞാൻ എൻ്റെ മൂക്കിക്കൂടെയൊക്കെ ചോര വരുന്ന അവസ്ഥയായി, മൂക്കിക്കൂടെയും വായിക്കൂടെയൊക്കെ ചോര വരുന്ന അവസ്ഥയായി. എനിക്കപ്പോൾ പഠിക്കുന്നതിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരു ദിവസം ഞായറാഴ്ച അഭിഷേകാഗ്നി കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് അസുഖവും മാറി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഈ CA ഫൈനലിൽ പാസ്സാവാൻ പറ്റിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ എക്സാം എഴുതി. എക്സാം എല്ലാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ചില എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ മമ്മി വിളിച്ച് പറയായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞ് കരയുമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു ജൂലൈയിൽ. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അതുപോലെ തന്നെ എനിക്ക് പിന്നീട് ഇപ്പോൾ 2 വർഷമായി എനിക്കിതുവരെ സൈനസൈറ്റിസ് ഉണ്ടായിട്ടില്ല. ഈശോ ആ പ്രാർത്ഥനയുടെ സമയത്ത് ടെലിവിഷൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ആ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഈശോ ബ്ലെസ് ചെയ്തു. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. നമ്മൾ ടെലിവിഷനിലൂടെ ആണെങ്കിലും പുസ്തകത്തിലൂടെ ആണെങ്കിലും യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ വചനവും സ്വീകരിച്ചാൽ ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് വചനത്തിൻ്റെ ശക്തി കൊണ്ടുമാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. വലിയ കാര്യമാണ് സംഭവിക്കുക. അത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന വിദ്യാർത്ഥിനികൾ, യുവതീവാക്കന്മാർ, കുടുംബങ്ങൾ, രോഗികൾ, ഓരോ വേദനയോടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും ഇന്ന് കർത്താവ് തൻ്റെ വചനങ്ങളെ സ്ഥിരീകരിച്ച് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഉത്തരമരളി കുടുംബങ്ങളെ ബലപ്പെടുത്തും. മക്കളെ, വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോവാണ്. 1-ാം അധ്യായം അതിൽ 10-ാമത്തെ വാക്യം. അത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകുന്നു, സമൃദ്ധമായി നൽകിയിരിക്കുന്നു. അതായത് മക്കളെ, ഒരു രഹസ്യം, ഒരു സുവിശേഷ രഹസ്യം ഇതാണ്. നിങ്ങളിൽ ജ്ഞാനം വർദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളിൽ ബുദ്ധി വർദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വിസ്ഡം വർദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഗാഢമായി സ്നേഹിക്കുക. അവിടുത്തെ സ്നേഹിക്കുന്നവരിൽ അവിടുന്ന് ജ്ഞാനത്തെ സമൃദ്ധമായി വർഷിക്കുന്നു. സമൃദ്ധമായി ജ്ഞാനം വർഷിക്കുന്നവനാണ് അവിടുന്ന്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ആത്മാർത്ഥമായി തങ്ങളുടെ ജീവിതത്തിലെ പാപവഴികൾ ഉപേക്ഷിച്ച് കുമ്പസാരിക്കേണ്ടവരിന്ന് കുമ്പസാരിച്ച് പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞ് അങ്ങനെ തിരിയണത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുലിഖിതം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം പ്രവേശിക്കുന്നില്ല. പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം പ്രവേശിക്കുന്നില്ല. കപട ഹൃദയത്തിൽ അത് വസിക്കുന്നില്ല. അതുകൊണ്ട് വചനങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കൃപയും ശുശ്രൂഷ എല്ലാം വർദ്ധിക്കാൻ നന്നായിട്ട് കുമ്പസാരിക്കുക, ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുക, ദൈവത്തോട് ഗാഢ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് കാലങ്ങളായ തടസ്സങ്ങൾ മാറി വലിയ ഉയർച്ചയുടെയും വലിയ തരത്തിലുള്ള ദൈവാനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിൻ്റെയും മേഖലകളിലേക്ക് അവിടെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് തന്നെ ഈ സമയം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിക്കാൻ പോവുകയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ആരെങ്കിലും ദൂരെ അവരെ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, സർവജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ ഇതാ നമ്മുടെ അരികിൽ. 2 കരങ്ങളും കൂപ്പിപ്പിടിക്കാം. അവിടത്തോട് നമുക്ക് പറയാം, അവിടുന്ന് നമുക്ക് വാഗ്ദാനം നൽകിയ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 14:26
പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥിനികളുടെ മേലും സ്വർഗത്തിൽ നിന്നുള്ള അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിച്ച് ജീവിതത്തിൽ തടസ്സമായിരുന്ന തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്താലും അവിടുത്തെ രക്തത്തിൻ്റെ ശക്തിയാലും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. പഠിക്കുമ്പോൾ ഉറക്കം, പഠിക്കുമ്പോൾ ക്ഷീണം, പഠനത്തിനൊട്ടും താല്പര്യമില്ലായ്മ, എത്ര പഠിച്ചാലും പരീക്ഷയ്ക്ക് പോകാൻ പറ്റാതെ, പരീക്ഷ എഴുതിയാലും മാർക്ക് കിട്ടാത്ത അവസ്ഥ, ജീവിതത്തെ അടിക്കടി തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും, പരാജയ ശക്തികളും, വിപരീത ശക്തികളും, ഉപദ്രവങ്ങളും, എല്ലാ തരത്തിലുള്ള വിപരീത സ്വാധീനങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഈ കുട്ടികളിൽ നിന്ന്, ഇവർ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. ഈ സമയം രോഗികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. ഈ സമയം കടബാധ്യതകളാലും വലിയ കുടുംബ പ്രശ്നങ്ങളാലും ഞെരുങ്ങുന്ന പ്രയാസത്തിലും ക്ലേശത്തിലും കണ്ണുനീരിലും ഇരിക്കുന്ന ജീവിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മരണത്തിൻ്റെ യോഗ്യതയിൽ വിടുതൽ പ്രാപിക്കട്ടെ. പാപബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇപ്പോൾ രക്ഷ പ്രാപിക്കട്ടെ. രണ്ട് കരങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. എല്ലാ കുട്ടികളും ഉയർത്തുക. പിതാവേ, ഇപ്പോൾ വിദ്യാർത്ഥിനികളുടെ പഠനോപകരണങ്ങളും പാഠപുസ്തകങ്ങളും മറ്റ് വസ്തുക്കളും പരീക്ഷ എഴുതുന്ന പേനകളും സമർപ്പിക്കുന്ന കർത്താവേ, ഈ പ്രിയ മക്കൾ സമർപ്പിച്ചിരുന്ന ഓരോ പദാർത്ഥങ്ങളുടെ മേലും അങ്ങയുടെ കൃപ തൂകണമേ, അങ്ങയുടെ അത്ഭുതം വർഷിക്കണമേ, അങ്ങയുടെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. ഈ വർഷം പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റാത്ത വിധ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. യേശുവിലേക്ക് നോക്കുക. യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ, ജ്ഞാനത്തെ, കൃപയെ സമൃദ്ധമായി ചൊരിയണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. സർവ്വമക്കളും ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കർത്താവേ, സമുദ്രം ജലത്താ കവിഞ്ഞിടും പോലെ അത്യുന്നത ശക്തിയെ നിന്യാനത്താ നിറച്ചിടണേ, നിറച്ചിടണേ. സമുദ്രം ജലത്താ കവിഞ്ഞിടും പോലെ നിന്യാനത്താ നിറച്ചിടണേ, നിറച്ചിടണേ, നിറച്ചിടണേ.